വെൽക്കം ടു ലേണർ ഫ്രണ്ട്ലി. മൈക്രോ ടീച്ചിങ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഈ ഓഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള അത്രയും സൂക്ഷ്മമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ്. ഡ്യൂറ്റ് ഡബ്ല്യു അലൻ ആണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ മെയിൻ എക്സ്പോണൻ്റ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സുമാണ് അമേരിക്കയിൽ 1963 മൈക്രോ ടീച്ചിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മൈക്രോ ടീച്ചിങ് എന്നാൽ വളരെ ചെറിയൊരു യൂണിറ്റ് ഓഫ് കണ്ടൻറ്റ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്നതാണ് മൈക്രോ ടീച്ചിങ്. ടീച്ചിങ് ഓഫ് എ സ്മോൾ യൂണിറ്റ് ഓഫ് കണ്ടൻറ്റ് ടു ദ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. 6 to 10 കുട്ടികളൊക്കെ ഈ മൈക്രോ ടീച്ചിങ്ങിൽ ഇരിക്കാറുള്ളൂ. അതേപോലെ തന്നെ 5 മുതൽ 10 വരെയുള്ള ടൈമാണ് ഇതിന് എടുക്കാറുള്ളത്. അതിൽ കൂടുതൽ വേണ്ട. കാരണം ചെറിയൊരു ടോപ്പിക്ക് ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് മൈക്രോ ടീച്ചിങ്. എന്തിനാണ് ഈ മൈക്രോ ടീച്ചിങ് എന്നുള്ളത്? ടീച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മെയിനായിട്ടും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ BEd-ലൊക്കെയാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് പഠിക്കുന്നത്. ഒരു ടോപ്പിക്കിനെ എത്രത്തോളം സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നാണ്, അല്ലെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്നതാണ് മൈക്രോ ടീച്ചിങ്ങിലൂടെ പറയുന്നത്. ഇത് ടീച്ചിങ് സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരൊറ്റ സ്കില്ല് മാത്രം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഏത് സ്കില്ല്, ഇപ്പോൾ ഇൻട്രൊഡക്ടറി സ്കില്ല്, എക്സ്പ്ലനേഷൻ, സ്റ്റിമുലസ് വാരിയേഷൻ, ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ്, ഇങ്ങനെ പല രീതിയിൽ എടുക്കാമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ടാണ് മൈക്രോ ടീച്ചിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് ഉപയോഗിക്കുന്നത്. അറ്റ് എ ടൈം ഒരു സ്കില്ല് മാത്രം. മൈക്രോ ടീച്ചിങ് എന്നുള്ളതൊരു സൈക്കിളാണ്. അതിൽ ഫീഡ്ബാക്ക് നൽകും, ഫീഡ്ബാക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ ടീച്ചിങ് എന്നുള്ളതൊരു സൈക്കിളാണ്. ആദ്യമായിട്ട് നമ്മൾക്കൊരു മൈക്രോ ലെസൺ പ്ലാൻ തയ്യാറാക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കും, ടീച്ച് ചെയ്യും. അത് ഏകദേശം ഒരു 5 മിനിറ്റ് ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷമുള്ളത് ഫീഡ്ബാക്ക് സെഷനാണ്. നമ്മളെടുത്ത ക്ലാസ് എങ്ങനെയാണെന്ന് മറ്റുള്ളവർ വിലയിരുത്തിയിട്ട് നമ്മളുടെ പോരായ്മകൾ നമ്മളോട് പറയും. പോരായ്മകളും അതേപോലെ തന്നെ നല്ല കാര്യങ്ങളും നമ്മളോട് പറയും. സോ അതൊരു ഫീഡ്ബാക്ക് സെഷനാണ്. ആ ഫീഡ്ബാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലാനിങ് നടത്തണം. ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ റീപ്ലാൻ ചെയ്യുക. റീപ്ലാനിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ സമയം എടുക്കാം. അതിനുശേഷം ടീച്ച് അനദർ ഗ്രൂപ്പ്. നേരത്തെ ലഭിച്ച ഫീഡ്ബാക്ക് സ്വീകരിച്ചുകൊണ്ട് അതേ കാര്യങ്ങൾ അനദർ ഗ്രൂപ്പിനെ പഠിപ്പിക്കുക. അവിടുന്ന് എന്ത് ചെയ്യാം? ഫീഡ്ബാക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതായത് ആദ്യം പറഞ്ഞ പോരായ്മകളും കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ട് വീണ്ടും ക്ലാസ് എടുക്കുക. ആ രണ്ടാമത് ക്ലാസ് എടുക്കുന്നതിലും നമ്മൾക്ക് എന്ത് ലഭിക്കും? ഫീഡ്ബാക്കുകൾ ലഭിക്കും. അതിലൂടെ നമ്മുടെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ മൈക്രോ ടീച്ചിങ്ങിലെ മെയിൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ആൻഡ് ഫീഡ്ബാക്ക് ആണ്. അതിലൂടെയാണ് നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. മൈക്രോ ടീച്ചിങ്ങിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡ്യൂറേഷൻ ഓഫ് ടീച്ചിങ് ആസ് വെൽ ആസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ലെസ്. കണ്ടന്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. Only one teaching skill is considered at a time. Then, provision of immediate feedback. In micro teaching cycle, there is a facility of replanning, reteaching and re-evaluation. അത് ഓർത്ത് വയ്ക്കുക. റീപ്ലാനിങ്, റീടീച്ചിങ്, റീഇവാലുവേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ്. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് റീപ്ലാനിങ്ങും കൊടുത്തു, റീടീച്ചിങ് കൊടുത്തു, റീഇവാലുവേഷൻ കൊടുത്തു, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ റീപ്ലാനിങ് ഉണ്ട്, റീടീച്ചിങ് ഉണ്ട്, റീഇവാലുവേഷൻ ഉണ്ട്, ഫീഡ്ബാക്കും ഒക്കെ ഏതിലാണ് ലഭിക്കുന്നത്? മൈക്രോ ടീച്ചിങ്ങിലാണ്. ഓൾ ദ ഫോൾട്ട്സ് ഓഫ് ദ ടീച്ചർ ആർ ഒബ്സർവ്ഡ്. ടീച്ചർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ നമ്മൾക്ക് എന്തെങ്കിലൂടെ മനസ്സിലാക്കാം? മൈക്രോ ടീച്ചിങ്ങിലൂടെ മനസ്സിലാക്കാം. ദ പ്രോബ്ലം ഓഫ് ഡിസിപ്ലിൻ ക്യാൻ ഓൾസോ ബി കൺട്രോൾഡ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു ടീച്ചർ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതാണ് മൈക്രോ ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ട്രഡീഷണൽ ടീച്ചിങ്ങും മൈക്രോ ടീച്ചിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ നോക്കാം. ട്രഡീഷണൽ ടീച്ചിങ്ങിലാണെങ്കിൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? 40 മുതൽ 60 വരെ കുട്ടികളുണ്ടാവും. എന്നാൽ മൈക്രോ ടീച്ചിങ് സെഷനിൽ എത്ര കുട്ടികൾ ഉണ്ടാവുള്ളൂ? 6 മുതൽ 10 വരെയുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ
ടീച്ചർ പ്രാക്ടീസസ് സെവറൽ സ്കിൽസ് അറ്റ് എ ടൈം. ടീച്ചർ ഇൻട്രൊഡക്ഷൻ പറയും, ബ്ലാക്ക് ബോർഡിൽ എഴുതും, എക്സ്പ്ലനേഷൻ നടത്തും, സമ്മറി കൊടുക്കും. ഇതൊക്കെയും ട്രഡീഷണൽ ടീച്ചിങ്ങിൽ പെടുന്നതാണ്. എന്നാൽ മൈക്രോ ടീച്ചിങ്ങിലോ ഒരു സ്കില്ല് മാത്രമേ അറ്റ് എ ടൈമിൽ എടുക്കുന്നുള്ളൂ. ദെൻ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ ക്ലാസ് ഡ്യൂറേഷൻ 40 to 45 മിനിറ്റ് ആണ്. മൈക്രോ ടീച്ചിങ്ങിലാണെങ്കിൽ 5 to 7 മിനിറ്റ്. ദെൻ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ ഫീഡ്ബാക്ക് ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നില്ല. മൈക്രോ ടീച്ചിങ്ങിലോ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ട്രഡീഷണൽ ടീച്ചിങ്ങിൽ ദർ ഈസ് നോ കൺട്രോൾ ഓവർ സിറ്റുവേഷൻ. മൈക്രോ ടീച്ചിങ്ങിലാണെങ്കിലോ ടീച്ചിങ് ഈസ് ക്യാരിയഡ് ഓൺ അണ്ടർ കൺട്രോൾഡ് സിറ്റുവേഷൻ ആണ്. ദെൻ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ റോൾ ഓഫ് ദ സൂപ്പർവൈസർ ഈസ് വേഗ്. അതായത് ടീച്ചറുടെ റോൾ എന്തല്ല, ക്ലിയർ അല്ല, പല കാര്യങ്ങളും ടീച്ചർ ഒരേ സമയം ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ മൈക്രോ ടീച്ചിങ്ങിലോ ദ റോൾ ഓഫ് ദ സൂപ്പർവൈസർ ഈസ് സ്പെസിഫിക് ആൻഡ് വെൽ ഡിഫൈൻഡ് ടു ഇംപ്രൂവ് ടീച്ചിങ്. സോറി, ഇവിടെ സൂപ്പർവൈസർ എന്നുള്ളത് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ ആരും നമ്മളുടെ ക്ലാസ് വിലയിരുത്താനൊന്നും ഇരിക്കുന്നില്ലല്ലോ. പക്ഷേ മൈക്രോ ടീച്ചിങ്ങിൽ അങ്ങനെ ഒരു സൂപ്പർവൈസർ ഉണ്ട്. ദെൻ ട്രഡീഷണൽ ടീച്ചിങ്ങിലാണെങ്കിൽ പാറ്റേൺ ഓഫ് ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ കനോട്ട് ബി സ്റ്റഡീഡ്. ദെൻ മൈക്രോ ടീച്ചിങ്ങിൽ പാറ്റേൺ ഓഫ് ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ഒബ്ജക്റ്റീവ്ലി. ദെൻ മൈക്രോ ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന മെയിൻ സ്കില്ലുകൾ ഏതാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ സ്കിൽ, skill of probing question, skill of explanation, skill of stimulus variation, skill of blackboard writing, skill of achieving closure. ഇൻട്രൊഡക്ഷൻ സ്കില്ലിലൂടെ മൈക്രോ ടീച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ സ്കില്ലിൽ നമ്മൾ പാഠം എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ പാഠം എന്തിനെക്കുറിച്ചിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനുമാണ്. സോ ഇൻട്രൊഡക്ഷൻ സ്കില്ലിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് ദ ലേണേഴ്സ്, linking with past experiences, link between introduction and main part, use of appropriate devices, techniques like questioning, examples, etc. കുട്ടികളെ പാഠത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത പാസ്റ്റ് എക്സ്പീരിയൻസ്, ക്വസ്റ്റ്യനിങ് ഒക്കെ ചോദിക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്കില്ലിൽ വരുന്നത്. ദെൻ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ. ഈ ഒരു സ്കിൽ എടുത്തിട്ടാണ് മൈക്രോ ടീച്ചിങ് ചെയ്യുന്നതെങ്കിൽ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ആർ ദോസ് വിച്ച് ഹെൽപ്പ് ദ പ്യൂപ്പിൾ ടു തിങ്ക് ഇൻ ഡെപ്ത് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോബ്ലം. Then by asking such questions again, the teacher makes the pupil more thoughtful. Enable the pupils to understand the subject deeply. അതൊക്കെയാണ് പ്രോബിംഗ് ക്വസ്റ്റ്യനിലൂടെ കുട്ടികളെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളൊരു ഐഡിയ ഈ പ്രോബിംഗ് ക്വസ്റ്റ്യൻസിലൂടെ ലഭിക്കും. Then skill of explanation. It involves the ability of a teacher to describe logically how, why and what of concept. എക്സ്പ്ലനേഷൻ നടത്തേണ്ടത് നമ്മൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. അതായത് നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എക്സ്പ്ലനേഷൻ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നു എന്ന രീതിയിലാണ് എക്സ്പ്ലനേഷൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷൻസ് ഫോർ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് അതിൽ വേണ്ട കാര്യങ്ങളാണ്: ഇൻ സിമ്പിൾ ലാംഗ്വേജ്, ഷുഡ് നോട്ട് ബി ഗിവൺ ദ ഷേപ്പ് ഓഫ് എൻ അഡ്വൈസ്, should be in a sequence, should be according to the age, experience and mental level of the pupil. അടുത്തത് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. സ്റ്റിമുലസ് വേരിയേഷനിലാണ് നമ്മളുടെ മൂവ്മെൻറ്റ്. ചില ആൾക്കാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ മുഖത്തൊന്നും നോക്കില്ല, വെറുതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി പഠിപ്പിക്കും. ചിലവർ ഇങ്ങനെ ഒച്ചയാക്കി നടന്നുകൊണ്ടേയിരിക്കും, വേണ്ടാത്ത ആക്ഷൻസൊക്കെ കൈകൊണ്ടൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളൊരു സ്കില്ല് യൂസ് ചെയ്യുന്നത്. അത് മൈക്രോ ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നത്. സ്റ്റിമുലസ് വേരിയേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടീച്ചർ മൂവ്മെൻറ്റ്, ടീച്ചർ ജസ്റ്റേഴ്സ്, ചേഞ്ച് ഇൻ വോയിസ്, ഫോക്കസിങ്, ചേഞ്ച് ഇൻ ദ ഇൻറ്ററാക്ഷൻ പാറ്റേൺ. ഒരേ കുട്ടിയെ തന്നെ നോക്കി പഠിപ്പിക്കാൻ പാടില്ല, ക്ലാസ്സിൽ മുഴുവൻ ശ്രദ്ധിക്കണം. പോസിങ്, സ്റ്റുഡൻസ് ഫിസിക്കൽ പാർട്ടിസിപ്പേഷൻ. ഇത്രയൊക്കെയാണ് സ്റ്റിമുലസ് വേരിയേഷനിൽ വരുന്നത്. അടുത്തത് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ആണ്. ബ്ലാക്ക് ബോർഡ് റൈറ്റിങ്ങിൽ മെയിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിക്കാനുള്ളൊരു രീതിയാണ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് എന്നുള്ളത് മൈക്രോ ടീച്ചിങ്ങിൽ വരുന്നത്. ചില ആൾക്കാർ താഴ്ന്ന് എഴുതിയിട്ട് ആ ഒരു സെൻറ്റൻസ് എഴുതി കഴിയുമ്പോഴേക്കും മുകളിലോട്ടേക്ക് എത്തും, ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ചോക്ക് നല്ല രീതിയിൽ പതിഞ്ഞെഴുതുക പോലുമില്ല. അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ലെജിബിലിറ്റി, സൈസ് ആൻഡ് അലൈൻമെൻറ്റ്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിൻറ്റ്സ്, യൂട്ടിലൈസേഷൻ ഓഫ് ദ സ്പേസ്, ബ്ലാക്ക് ബോർഡ് സമ്മറി, correctness,
പൊസിഷൻ ഓഫ് ദ ടീച്ചർ, കോണ്ടാക്ട് വിത്ത് ദ പ്യൂപ്പിൾ. ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും ഇങ്ങനെ ബ്ലാക്ക് ബോർഡിലേക്ക് തിരിഞ്ഞ് എഴുതാൻ പാടില്ല. കാരണം നമ്മുടെ ബാക്കായിരിക്കും കുട്ടികൾക്ക് കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഒരേ സമയം ബോർഡിൽ എഴുതുകയും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ഉപയോഗിക്കേണ്ടത്. അടുത്ത സ്കില്ലാണ് സ്കിൽ ഓഫ് അച്ചീവിങ് ക്ലോഷർ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ: questions and statements by the teacher related to the consolidation of the major points covered during the lesson. Opportunities provided by the teacher to the pupil for linking the present knowledge with the past knowledge. Opportunities provided by the teacher to the pupil for applying the knowledge gained during the lesson to the new situation. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങളും ടീച്ചർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണോ, അതേപോലെ തന്നെ ടീച്ചർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് അച്ചീവിങ് ക്ലോഷറിലൂടെ വിലയിരുത്തുന്നത്. ദെൻ ഫീഡ്ബാക്ക് ഇൻ മൈക്രോ ടീച്ചിങ്. എങ്ങനെയാണ് മൈക്രോ ടീച്ചിങ്ങിന് ഫീഡ്ബാക്ക് നൽകുന്നത്? Helpful information or criticism that is given to someone to say what can be done to improve a performance, product, etc. അതായത് ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നമ്മളിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയാമെന്നില്ലേ, അതുപോലെ ടീച്ചർ ജസ്റ്റ് വെറുതെ ഒന്ന് അനങ്ങിയാൽ പോലും അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള എഴുത്തുകൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫീഡ്ബാക്കിലൂടെ പറയും. ദെൻ സക്സസ് ഓഫ് മൈക്രോ ടീച്ചിങ് ഡിപ്പെൻഡ്സ് ഓൺ ഫീഡ്ബാക്ക്. നല്ല ഫീഡ്ബാക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ടീച്ചിങ് സ്കില്ല് നല്ലതാണ്, നല്ലൊരു ടീച്ചറാണെന്ന് മനസ്സിലാക്കാം. It is used in various forms in case of micro teaching by the supervisor, videotapes, films, TV, which are various sources of feedback. നമ്മൾ ക്ലാസ് എടുക്കുന്ന തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. അതൊരു സെൽഫ് അനാലിസിസിനുള്ള ഒരു വഴി കൂടിയാണ്. ദെൻ മൈക്രോ ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? It focuses on sharpening and developing specific teaching skills and eliminating errors. It enables understanding of behaviors important in classroom teaching. It increases the confidence of the learner teacher. ലേണർ ടീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിലാണ് മൈക്രോ ടീച്ചിങ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലേണർ ടീച്ചർ എന്ന് പറയുന്നത്. It is a vehicle of continuous training for both beginners and for senior teachers. It provides expert supervision and constructive feedback. സോ മൈക്രോ ടീച്ചിങ്ങിലൂടെയാണ് നല്ലൊരു ടീച്ചറെ വാർത്തെടുക്കുന്നത് എന്ന് തന്നെ പറയാം. ദെൻ സമ്മറി. മൈക്രോ ടീച്ചിങ് ഇൻവോൾവ്സ് പ്രസൻറ്റേഷൻ ഓഫ് മൈക്രോ ലെസൺ. ഓഡിയൻസ് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ലേണേഴ്സ് എന്നുള്ളത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് തന്നെയാണ്. കുട്ടികളെ അല്ല നമ്മളുടെ ക്ലാസ് വിലയിരുത്താൻ വേണ്ടി ഇരുത്തുന്നത്. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ടീച്ചേഴ്സ്, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. Participants learn about strengths and weakness in themselves as teachers. സ്വയം വിലയിരുത്താനുള്ളൊരു അവസരമാണ്. പ്ലാൻ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ്. നമ്മളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കാം. ഇത്രയാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് കൊടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു മാസ്റ്റർ ടീച്ചിങ് സ്കിൽസ് എമംഗ് ദ സ്റ്റുഡൻറ് ടീച്ചേഴ്സ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒബ്സർവേഷൻ, ട്യൂട്ടറിങ്, മൈക്രോ ടീച്ചിങ്, കെല്ലർ പ്ലാൻ ആണ്. അപ്പോൾ ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്ത്? മൈക്രോ ടീച്ചിങ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, എല്ലാ ഇയർലിയും ക്വസ്റ്റ്യൻ പേപ്പറിലും മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്.